So, everybody, welcome to another episode of DTech and CArt. So, today we are going to discuss about some topics in electromagnetics, which is module 4 for KTU examination. So, once again, welcome everybody to our channel. So, today we are going to discuss about these topics. We are going to discuss about boundary condition for electric field as well as boundary condition for magnetic fields. So we'll discuss about what is meant by boundary conditions and what are the boundary conditions for electric field as well as magnetic field. So in that there is a subdivision boundary condition between conductor and free space and boundary condition between two dielectric with different properties. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൗണ്ടറി ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുമുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. അതിൽ ഇലക്ട്രിക് ഫീൽഡിലുള്ള രണ്ട് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ബൗണ്ടറി കണ്ടീഷൻ ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഫ്രീ സ്പേസ് ആൻഡ് ബൗണ്ടറി കണ്ടീഷൻ ബിറ്റ്വീൻ ടു ഡയലക്ട്രിക് വിത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ്സ് ആണ്. അതിലൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ ദാറ്റ് വി വിൽ ഡിസ്കസ്. So once again, welcome to our channel. So first of all, we have to know what is meant by boundary condition. ഇതിന് പ്രീവിയസ് ആയിട്ടുള്ള സെക്ഷൻസിൽ നമ്മൾ പഠിച്ചതെല്ലാം ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും കുറിച്ചാണ്. സോ വി ഹാവ് സം ബേസിക് നോളജ് റിഗാർഡിംഗ് ഇലക്ട്രിക് ഫീൽഡ് ആസ് വെൽ ആസ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ രണ്ട് ടേംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയ വെക്ടർ ഇ ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ വെക്ടർ ഡി. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ രണ്ട് കമ്പോണൻസ് ആണുള്ളത്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആയ വെക്ടർ എച്ച് ആൻഡ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ വെക്ടർ ബി. സോ ഈ കോൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്. എന്താണ് ബൗണ്ടറി കണ്ടീഷൻസ്? നമുക്കെല്ലാവർക്കും അറിയാം ബൗണ്ടറി ക്രോസ് ചെയ്യുക എന്നുള്ള ഒരു ഫണ്ണി വീഡിയോ ഒരു പിക്ചറൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറയുകയാണ് എങ്കിൽ നമ്മളെല്ലാവരും ക്രിക്കറ്റ് കളിക്കുന്നതാണ്. വി ഓൾ നോ ദ റൂൾസ് ഓഫ് എ ക്രിക്കറ്റ്. ക്രിക്കറ്റിൽ എന്താ ചെയ്യുന്നത്? നമുക്ക് ഒരു ബാറ്റ്സ്മാൻ ഉണ്ടാകും, ഒരു ബൗളർ ഉണ്ടാകും, ബാക്കി ഫീൽഡേഴ്സ് ഉണ്ടാകും. സോ ബൗളർ ബോൾ ചെയ്യുന്ന സമയത്ത് ബാറ്റ്സ്മാൻ ബൗണ്ടറിയിലേക്ക് പൊക്കി അടിക്കുകയാണ് എങ്കിൽ he will get 6 runs. സെയിം ടൈം പുള്ളി ഗ്രൗണ്ട് വഴിയോ പിച്ച് ചെയ്തോ അടിക്കുകയാണ് എങ്കിൽ he will score 4 runs. And rest of the things they will get single run, 2 runs, 3 runs or according to that particular runs which they are taken. അപ്പോൾ ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബാരിയർ ആണ്. ആ ബാരിയറിന്റെ അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ ഒരു റൂളും അതിനകത്തേക്ക് വരുമ്പോൾ വേറൊരു റൂളും. അപ്പൊ ആ ബൗണ്ടറിയിൽ എന്താണ്? ഇത് രണ്ട് പ്രോപ്പർട്ടീസ് ഉള്ള ഏരിയ ആണ്. അകത്തൊരു റൂള്, പുറത്തൊരു റൂള്. അപ്പോൾ ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് ആ ലൈനിൽ എന്താണ് ആക്ച്വലി നടക്കുന്നത് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫോർ ദാറ്റ് what we have to do is first നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ ഫോർ ഇലക്ട്രിക് ഫീൽഡ് എടുക്കുന്നു. സോ നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ബൗണ്ടറി കണ്ടീഷൻ ബിറ്റ്വീൻ എ കണ്ടക്ടർ ആൻഡ് എ ഫ്രീ സ്പേസ്. ഇലക്ട്രിക് ഫീൽഡിലെ കാര്യമാണ് പറയുന്നത്. ബൗണ്ടറി കണ്ടീഷൻ ബിറ്റ്വീൻ എ കണ്ടക്ടർ ആൻഡ് ഫ്രീ സ്പേസ്. ഒരു സൈഡ് കണ്ടക്ടറും മറ്റേ സൈഡ് ആ ബൗണ്ടറിക്ക് അപ്പുറം ഫ്രീ സ്പേസും ആണെങ്കിൽ എന്തായിരിക്കും ബൗണ്ടറിയിൽ ഉണ്ടാകുന്ന ആ പർട്ടിക്കുലർ ലൈനിൽ ഉണ്ടാകുന്ന, അത് വേർതിരിക്കുന്ന ലൈനിൽ ഉണ്ടാകുന്ന കണ്ടീഷൻസ്. അതുപോലെ സെക്കൻഡ് ഡെറിവേഷൻ എന്ന് പറയുന്നത് ആ ബൗണ്ടറിയുടെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് സൈഡിലും രണ്ട് ഡയലക്ട്രിക്സ് ആണ്. ഫ്രീ സ്പേസിനും കണ്ടക്ടറിനും പകരം വി ആർ പ്ലേസിങ് സം ഡൈഇലക്ട്രിക്സ്. അതിന് രണ്ടും രണ്ട് പർട്ടിക്കുലർ പ്രോപ്പർട്ടി ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഓക്കെ, so that we are going to discuss. We will discuss one by one. First section is boundary condition between
conductor and free space in dielectric. Okay, sorry, in electrostatics. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമ്മളൊരു ഐഡിയൽ കണ്ടക്ടർ കൺസിഡർ ചെയ്യുകയാണ് എങ്കിൽ, സോ നമുക്കുള്ളത് ഒരു കണ്ടക്ടറും ഒരു ഫ്രീ സ്പേസുമാണ്. കണ്ടക്ടർ ഐഡിയൽ ആണ് എങ്കിൽ we have to take some assumptions. What are those assumptions? First assumption is that ഒരു conductor regional, in a conducting region, the electric field intensity E is 0. So first point is electric field intensity E is 0. And second point is ഒരു conductor ആണ് എങ്കിൽ D must be 0. Electric flux density D must be 0. തേർഡ് കണ്ടീഷൻ ഇതാണ്, ഒരു കണ്ടക്ടിങ് റീജിയൻ ആണ് എങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി റോ വി അതും 0 ആണ്. ഇറ്റ് വിൽ ബിക്കം 0. ദ വോളിയം ചാർജ് ഡെൻസിറ്റി റോ വി, ഇറ്റ് വിൽ ഓൾസോ ബിക്കം 0. സോ ദർ എക്സിസ്റ്റ് ത്രീ കണ്ടീഷൻസ്. Electric field intensity E will become 0 in a conducting region. Electric flux density D will become 0 in a conducting region. Volume charge density rho v in a particular conductor region is also 0. അപ്പോൾ E, D and rho v equal to 0. ഇനി സർഫസ് ചാർജ് ഉണ്ട് എങ്കിൽ it will exist. So conditions ഇതാണ്, electric field intensity E equal to 0, D equal to 0, rho v equal to 0. So E, D and rho v equal to 0 and rho s will exist. So we can move towards the derivation. For that we are considering two parts for taking derivation of the first section, which means conductor and free space in the derivation ചെയ്യാൻ വേണ്ടി we are taking two parts. So one is Gaussian surface and another one is closed path. For that we are taking a cylinder. So നമുക്ക് പിക്ചറിൽ കാണുന്ന പോലെ we can take a cylinder. ആ സിലിണ്ടർ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ബൗണ്ടറിയുടെ, ഇതിൽ കാണാൻ പറ്റും, ഈ ബൗണ്ടറിയുടെ കറക്റ്റ് സെന്ററിലാണ്. കറക്റ്റ് സെന്റർ ഇൻ ദ സെൻസ് കറക്റ്റ് പകുതി എന്ന് പറയുന്നത് ആ ബൗണ്ടറിയുടെ മുകളിലും ബാക്കി പകുതി എന്ന് പറയുന്നത് ആ ബൗണ്ടറിയുടെ താഴെയുമാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ഹാവ് എ ഹൈറ്റ് ആൻഡ് ഡെൽറ്റ എച്ച് ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഹാവ് എ surface delta S. So we will call that surface as Gaussian surface. So that's the surface which we are considering in a cylinder. ഇനി നമ്മൾ ഈ സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ, ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ സിലിണ്ടറിൽ കാണാൻ പറ്റുന്നത്, ഈ സിലിണ്ടർ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ നോക്കിയാൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റുന്നത് ആസ് എ റെക്ടാങ്കിൾ ആണ്. So we are considering a rectangle. The second section is a rectangle which is shown in figure. ഈ rectangle കിട്ടിയിരിക്കുന്നത് വേറെ എങ്ങനെയുമല്ല. This rectangle is nothing but the front view of a cylinder. അതിൽ നമ്മളൊരു ക്ലോസ്ഡ് പാത്ത്, സെക്കൻഡ് പറഞ്ഞ ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്യാണ്. I am considering that closed path as A, B, C, D and A. Section A, B, C, D and A. So we are considering this particular section like that, and we are also assuming that the half of that rectangle is above the boundary and exactly half is below the boundary, and I am considering the height as delta h and I am considering the width as delta w. So boundary ആ പോയിന്റിന് 1, 2 എന്ന് assume ചെയ്യുന്നു. So these are all the consideration which you have to mention while starting the derivation. So ഇങ്ങനെ ഉള്ള ഒരു ബൗണ്ടറിയിൽ, ഈ ലൈനാണ് ബൗണ്ടറി, അതുപോലെ സിലിണ്ടറിൽ ഈ ലൈനാണ് ബൗണ്ടറി. ഈ ബൗണ്ടറിയിൽ എന്ത് കണ്ടീഷൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് we have to check. So first of all നമുക്ക് കണ്ടക്ടർ താഴെയാണ് ഇരിക്കുന്നത്, ഫ്രീ സ്പേസ് ടോപ്പിലും എന്നുള്ള അസംഷനിൽ ചെയ്തു തുടങ്ങാം. So this is the overall figure. So top portion is free space and bottom portion is conductor. Okay, so ഇതാണ് നേരത്തെ കാണിച്ച സിലിണ്ടർ. ആ സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ കാണുന്നതാണ്. So we are resolving these components into two for easy derivation. We are resolving these components into two. First component is
electric field intensity and second component is electric flux density. For your knowledge ഞാൻ പറയുകയാണ്, നമുക്ക് ഗോസിയൻ സർഫസ് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡി ആണ്, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ ഡി. അതുപോലെ നമ്മൾ റെക്ടാംഗിൾ സെക്ഷൻ ക്ലോസ്ഡ് പാത്ത് കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ആണ്. സോ വി ആർ റിസോൾവിംഗ് ദിസ് ഇ ആൻഡ് ഡി ടു ടു components, what is E normal and E tangent. Similarly, D normal and D tangent. So let us start the derivation. First, electric field intensity E at the boundary. Boundary ഞാൻ പറഞ്ഞു, സിലിണ്ടറിന്റെ ഫ്രണ്ട് വ്യൂ ആയ റെക്ടാങ്കിൾ ക്ലോസ്ഡ് പാത്ത് റെക്ടാങ്കിൾ എടുക്കുമ്പോഴാണ് ഇ കിട്ടുന്നത് എന്ന്. ഇ കിട്ടുന്നത് റെക്ടാങ്കിൾ എടുക്കുമ്പോഴാണ്. So I am considering a rectangle. ബൗണ്ടറിയിൽ എന്താണ്, ഈ ബൗണ്ടറിയിൽ എന്താണ് അതിന്റെ കണ്ടീഷൻ എന്നുള്ളത് ചെക്ക് ചെയ്യണം. സോ ഐ എം കൺസിഡറിങ് എ റെക്ടാങ്കിൾ ഹിയർ. അപ്പോൾ ഈ കിട്ടേണ്ട റെക്ടാങ്കിൾ ആണ്. ഈ രണ്ടായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്, ഈ നോർമൽ ആസ് വെൽ ആസ് ഈ ടാൻജന്റ്. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ കൺസർവേറ്റീവ് ഫീൽഡ്. നമ്മൾ പ്രീവിയസ് സെക്ഷൻസിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ് കൺസർവേറ്റീവ് ഫീൽഡ് എന്ന് പറയുന്നത്. സോ ആ കൺസർവേറ്റീവ് ഫീൽഡിന്റെ കണ്ടീഷൻ എടുത്തിട്ടാണ് വി ഹാവ് ടു ഡിറൈവ് ദിസ് expression, boundary condition E at E, boundary condition at E. So that conservative field is given by E dot dl equal to 0. Cyclic integral of E dot closed integral of E dot dl equal to 0. That's the equation which you have to derive, use to derive the electric field intensity E at the boundary. അപ്പോൾ E dot dl equal to 0 ആണല്ലോ, and this is a closed path also. So we have to split this E dot dl, integral E dot dl equal to 0 to a section A to B, B to C, C to D and D to A. So I am considering a rectangular path A, B, C, D, A, and the equation is also divided into that 4 sections, and the equation will becomes E dot dl equal to A to B E dot dl plus B to C E dot dl plus C to D E dot dl and D to A E dot dl equal to 0. ഇനി ഇത് ഓരോന്നായിട്ട് one by one we have to derive. First we can take A to B E dot dl. I want to remind you something. Once you derive this concept, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദി ബൗണ്ടറി, ഫ്രീ സ്പേസ് ആൻഡ് കണ്ടക്ടറിന്റെ ഈ ഡെറിവേഷൻ മെത്തഡോളജി പഠിച്ചു കഴിഞ്ഞാൽ ദ സിമിലർ ഈസ് അപ്ലൈയിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ടു ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു ടു ഡയലക്ട്രിക്സ്. ബൗണ്ടറി കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അടുത്ത ഡെറിവേഷനും സെയിം തന്നെയാണ്, ദ കോൺസെപ്റ്റ് സെയിം തന്നെയാണ്, ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരും എന്നേ ഉള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുമ്പോഴും അത് അങ്ങനെ തന്നെയാണ്. സോ പ്ലീസ് ബി വെരി ക്ലിയർ അബൌട്ട് ദി കോൺസെപ്റ്റ്. അപ്പം എനിക്ക് ഡിറൈവ് ചെയ്യേണ്ടത് എ ടു ബി ഇ ഡോട്ട് ഡി എൽ, ബി ടു സി ഇ ഡോട്ട് ഡി എൽ, സി ടു ഡി ഇ ഡോട്ട് ഡി എൽ, ഡി ടു എ ഇ ഡോട്ട് ഡി എൽ. അത് ചെയ്തിട്ട് യു ഹാവ് ടു ഇക്വേറ്റ് ഇറ്റ് ടു 0 ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ 2. സോ ഫസ്റ്റ് സെക്ഷൻ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ എലിമെന്ററി ഹൈറ്റ് കൊടുക്കുന്നു, എലിമെന്ററി വിഡ്ത്ത് കൊടുക്കുന്നു. ഞാൻ നേരത്തെ കാണിച്ചു. എലിമെന്ററി ഹൈറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എച്ച് ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ഡബ്ല്യു ആണ്. നമുക്ക് ഈ നോർമലും ഉണ്ട്, ഈ ടാൻജന്റും ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ ഡു എ ടു ബി ഇ ഡോട്ട് ഡി എൽ. എ ടു ബി ഇ ഡോട്ട് ഡി എൽ, ഇന്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. വാട്ട് യു ഹാവ് ടു ഫൈൻഡ് ഇൻ ദിസ്? ഇ കണ്ടുപിടിക്കണം, ഇക്ക് ഒരു കമ്പോണന്റ് കണ്ടുപിടിക്കണം, ഡി എല്ലിന് ഒരു കമ്പോണന്റ്. ഡി എൽ ഈസ് ഡിഫറൻഷ്യൽ വെക്ടർ ലൈൻ ആൻഡ് ഇ ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. നമ്മൾ ഈ ഫിഗറിൽ നോക്കിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് എന്താ? ഇയുടെ കമ്പോണന്റ് നമുക്കിവിടെ ഏതാ? ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ്. കാരണം എന്താ? നമ്മൾ എ തൊട്ട് ബി വരെയുള്ള സെക്ഷനാണ് ഈ റെക്റ്റാങ്കിളിൽ നോക്കുന്നത്. എ തൊട്ട് ബി വരെയുള്ള സെക്ഷൻ പോകുന്നത് ഈ ലൈനിലാണ്. അത് ഇതിൽ ടാൻജൻഷ്യൽ കമ്പോണന്റ് ആണ്. ക്ലിയർ അല്ലേ? എ ടു ബി ഇ ഡോട്ട് ഡി എൽ നോക്കുമ്പോൾ ഇ എന്ന് പറയുന്നത് പോകുന്നത് ടാൻജൻഷ്യലി ആണ്. ടാൻജൻഷ്യലി ആണ്. ഇങ്ങനെയായിരുന്നു പോയിരുന്നു എങ്കിൽ ഇറ്റ് ഈസ് നോർമൽ. സോ ബട്ട് ഇറ്റ് ഈസ് ടാൻജൻഷ്യൽ. സോ ഇ ടാൻ. അതിന്റെ ഡിഫറൻഷ്യൽ ലെങ്ത് ഫിഗറിൽ തന്നെ തന്നിട്ടുണ്ട്, ഡെൽറ്റ ഡബ്ല്യു. സോ ദാറ്റ്സ് എ റീസൺ വൈ വി ചൂസ് ഇ ടാൻ ഡെൽറ്റ ഡബ്ല്യു. അടുത്ത് എന്ത് വരും? നമ്മൾ ബി ടു സി ഇ ഡോട്ട് ഡി എൽ എടുക്കും. ബി ടു സി എന്ന് പറയുമ്പോൾ ഈ ഫിഗറിൽ കാണിക്കുന്നുണ്ട് ബി തൊട്ട് സി വരെ. അവിടെയാണ് ആ റെക്ടാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 സെക്ഷൻസ്.
ബി ടു ടുവും ടു ടു സിയും. അപ്പോൾ ഞാൻ അതിനെ സ്പ്ലിറ്റ് ചെയ്തു, ഇന്റഗ്രൽ ബി ടു ടു ഇ ഡോട്ട് ഡി എൽ പ്ലസ് ഇന്റഗ്രൽ ടു ടു സി ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, എന്നിട്ട് വി ഹാവ് ടു അപ്ലൈ ദ സെയിം കണ്ടീഷൻ. ഫസ്റ്റ് ബി ടു ടു ഇ ഡോട്ട് ഡി എൽ. ദ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഡെൽറ്റ എച്ച് എന്ന്, പക്ഷെ നമ്മൾ പകുതി എടുക്കുന്നുള്ളൂ ബി ടു ടു. അപ്പൊ എന്ത് വരും? ഡെൽറ്റ എച്ച് ബൈ ടു. അപ്പൊ ഡി എൽ കിട്ടി, ഡെൽറ്റ എച്ച് ബൈ ടു എന്ന് കിട്ടി. പിന്നെ വരുന്നത് എന്താ? ഇ കമ്പോണന്റ് ആണ്. ഈ കമ്പോണന്റ് എന്താണ്? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമൽ കമ്പോണന്റ് ആണ്. അപ്പോൾ ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു. ബട്ട് സെക്കൻഡ് ടേം, ലുക്ക് അറ്റ് ദിസ് സെക്കൻഡ് ടേം. സെക്കൻഡ് ടേം ഇസ് സീറോ. വൈ? അവിടെയും വരേണ്ടത് ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു എന്നല്ലേ? അല്ലേ? നോർമൽ കേസിൽ നോക്കുമ്പോൾ ഇ എൻ ഡെൽറ്റ. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്താ പറഞ്ഞത്? കണ്ടക്ടർ റീജിയനകത്തുള്ള, ഇത് കണ്ടക്ടർ റീജിയനകത്താണ്. ഈ ബൗണ്ടറി കഴിഞ്ഞാൽ പിന്നെ വരുന്ന കണ്ടക്ടർ റീജിയനകത്തുള്ള ഇ സീറോ ആണ്, ഡി സീറോ, റോ വി സീറോ, ഓൺലി റോ എസ് വിൽ എക്സിസ്റ്റ്. അപ്പോൾ ഇതിനകത്തുള്ള ഇ എന്താണ്? ഇത് സീറോ ആയിപ്പോയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ പോർഷൻ എന്തായി പോയി? സീറോ. ഇറ്റ് വിൽ ബിക്കം സീറോ. So that's how we got that. ഇനി നെക്സ്റ്റ് സെക്ഷൻ സി ടു ഡി, ഇന്റഗ്രൽ സി ടു ഡി ഇ ഡോട്ട് ഡി എൽ. അത് സീറോ ആണ്. എന്തുകൊണ്ടാ? കണ്ടക്ടറിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി സീറോ ആണെന്നുള്ള കണ്ടീഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടക്ടർ മാത്രം വരുന്നെങ്കിലാണ് കണ്ടക്ടർ സീറോ. അപ്പോൾ ആ റീജിയൻ സീറോ. നെക്സ്റ്റ് ഈസ് എന്താ? ഡി ടു എ ഇ ഡോട്ട്, ഡി ടു എ ഇ ഡോട്ട് ഡി എൽ. ഡി ടു എ ക്യാൻ ഓൾസോ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു. ഓ, ഡി ടു വൺ ഇ ഡോട്ട് ഡി എൽ plus 1 to a e dot dl. So while you look, what will happen? This region will become zero. Actually ആ region വരുന്നത് മൈനസ് ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു എന്നാണ്. പ്ലസ് 1 to a എങ്ങനെ വരും? മൈനസ് ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു. എന്തുകൊണ്ടാണ് ഒരു മൈനസ് വന്നത്? പക്ഷെ ഇവിടെ സീറോ ആയി പോയി, കാരണം കണ്ടക്ടർ റീജിയനകത്താണ്. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ലുക്ക് അറ്റ് ദിസ്. ഇവിടെ വരുമ്പോൾ എ ടു ബി വരുന്നത് പോസിറ്റീവ് ആണ്. ഇവിടെ വരുമ്പോൾ ബി ടു സി വരുന്നത് പോസിറ്റീവ് ആണ്. സി ടു ഡി വരുന്നത് എന്താ? ഇപ്പോ എ ടു ബിയുടെ ഓപ്പോസിറ്റ് ആണ്. സോ നെഗറ്റീവ്. ഇവിടെ വരുന്ന ഡി ടു എ എന്തിന് ഓപ്പോസിറ്റ് ആണ്? ബി ടു സിക്ക് ഓപ്പോസിറ്റ് ആണ്. സോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നുകൊണ്ട് ഇറ്റ് വിൽ ബിക്കംസ് നെഗറ്റീവ്. സോ ദ ഇക്വേഷൻ വിൽ ബിക്കംസ് മൈനസ് ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു. ഇത്രയുമാണ് നമ്മൾ ഇടുന്നത്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഓൾ വാല്യൂസ് ഇൻ ഇക്വേഷൻ നമ്പർ 2. what you will becomes means del E tan delta W equal to 0. കാര്യം എന്താ? ബാക്കി എല്ലാ ടേമും ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ അത് കാണിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇ ടാൻ ഡെൽറ്റ ഡബ്ല്യു പ്ലസ് ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു പ്ലസ് 0 പ്ലസ് മൈനസ് ഇ എൻ ഡെൽറ്റ എച്ച് ബൈ ടു. അപ്പോൾ ഈ ടേമും ക്യാൻസൽ ആയി പോകും. ബാക്കി 0 ആണ്. പിന്നെ ഇ ടാൻ ഡെൽറ്റ ഡബ്ല്യു മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു 0. ഇനി ചെക്ക് ചെയ്യുക. ഒരിക്കലും വിഡ്ത്ത് എന്ന് പറയുന്നത് 0 ആകത്തില്ല. വിഡ്ത്തിന് ഒരു ഫൈനൈറ്റ് ലെങ്ത് കാണും എപ്പോഴും, അല്ലെങ്കിൽ അത് വിഡ്ത്ത് ആകത്തില്ല. സോ ഡെൽറ്റ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ പിന്നെ എന്താണ് 0? Therefore E tan equal to 0. ഈ ടേമിൽ E tan ആണ് 0. That's the boundary condition. ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ബൗണ്ടറി കണ്ടീഷൻ, കണ്ടക്ടറും ഫ്രീ സ്പേസും വരുമ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിന്റെ ബൗണ്ടറി കണ്ടീഷൻ, ടാൻജൻഷ്യൽ കമ്പോണന്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 0. ടാൻജൻഷ്യൽ കമ്പോണന്റ്. അപ്പോൾ ഒരു സെക്ഷനായി ഇലക്ട്രിക് ഫീൽഡിന്റെ ബൗണ്ടറി കണ്ടീഷൻ കണ്ടക്ടറും ഫ്രീ സ്പേസും ഉള്ളപ്പോൾ the tangential component of electric field intensity is 0. Now we have to derive the second section. What is the electric flux density D at boundary? ഇത് ഒരു ഡെറിവേഷൻ ആണ്. The electric flux density D at boundary. നമ്മൾ നേരത്തെ എടുക്കാതെ വെച്ചിരുന്ന സിലിണ്ടർ എടുക്കുകയാണ്, ഗോസിയൻ സർഫസ് എടുക്കുകയാണ്. ഞാൻ സിലിണ്ടർ സെലക്ട് ചെയ്തു. സോ സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിന് ഒരു ഹൈറ്റ് ഉണ്ട്, ഒരു സർഫസ് ഏരിയ ഉണ്ട്, ഡെൽറ്റ എസ്. അത് രണ്ടായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്. ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഹെഡിങ്ങും ഡി ആണ്. അത് രണ്ടായിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്, ടാൻജൻഷ്യൽ കമ്പോണന്റ് ആസ് വെൽ ആസ് നോർമൽ കമ്പോണന്റ്. നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ഗോസസിലാണ്. വി ഓൾ ആർ അവെയർ അബൌട്ട് ഗോസസ് ലോ. വാട്ട് ഈസ് ദാറ്റ് ഗോസസ് ലോ? സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വാട്ട്? ക്യൂ. സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ. ദാറ്റ്സ് ദ ഗോസസ് ലോ. ഇവിടെ നമ്മൾ ഈ ഗോസസ് ലോ നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ വി ആർ കൺസിഡറിങ് ദിസ് സിലിണ്ടർ ആസ് 3 സർഫസസ്. വി ഓൾ നോ ദാറ്റ് ഒരു സിലിണ്ടറിന് 3 സർഫസ് ആണുള്ളത്.
One is bottom surface, another one is one is top surface, second one is bottom surface, and third one is lateral surface. So three surfaces for cylinder: top surface, bottom surface, lateral surface. So applying this top surface, bottom surface, and the lateral surface to equation number 1, which means Gauss's law, the equation will becomes like this: top integral of d dot ds plus bottom integral of d dot ds plus lateral integral of d dot ds equal to what? Q. So now we have to find separately top integral of d dot ds is what, bottom integral of d dot ds is what, lateral integral of d dot ds is what. എന്താണ് ടോപ്പ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ്? നമുക്കറിയാം, ഈ ഫിഗറിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ, ടോപ്പ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ടോപ്പിലാണ് ഇരിക്കുന്നത്, അപ്പോൾ നോർമൽ കമ്പോണന്റ് ആണ്. ബോട്ടം ഇരുന്നാലും എന്താ, നോർമൽ കമ്പോണന്റ് ആണ്. ഓക്കെ, നോർമൽ കമ്പോണന്റ് മാത്രമേ വരൂ. അപ്പോൾ ഇത് എന്ത് വരും? ടോപ്പ് സർഫസ് എന്ന് പറയുന്നത് ഡി എൻ വരും. ഡി എൻ ഡി എസിന് പകരം എന്തെടുക്കണം? ഡെൽറ്റ എസ്. സോ ടോപ്പ് സർഫസിന്റെ കിട്ടി. ബോട്ടം സർഫസ് എന്ത് വരും? ബോട്ടം സർഫസ് കണ്ടക്ടർ റീജിയനകത്താണ്. കണ്ടക്ടർ റീജിയനകത്തുള്ള ഡി എന്തായിരിക്കണമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 0 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ഓൾസോ ബിക്കം 0. ഫസ്റ്റ് സെക്ഷൻ ഈസ് ഡി എൻ ഡി എസ് ഈക്വൽ ടു d dot ds equal to dn delta s, and second section d dot ds equal to 0. And third section lateral surface d dot ds equal to 0. എന്തുകൊണ്ടാണ് d dot ds equal to 0? നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ലാറ്ററൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഇത്രയും സർഫസ് ആണ്. ആ ഒരു ടോപ്പും ബോട്ടം കഴിഞ്ഞാൽ ബാക്കി വരുന്ന സർഫസ് ആണ്. നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിലേക്കാണ്. അവിടുത്തെ സർഫസ് എടുക്കുമ്പോൾ അവിടുത്തെ ഹൈറ്റ് വിൽ സ്രിങ്സ് ടു 0, ആൻഡ് ദാറ്റ്സ് വൈ ഡെൽറ്റ എസ് വിൽ ബിക്കംസ് 0. ഓക്കെ, അങ്ങനെയാണ് ലാറ്ററൽ സർഫസ് ഡി ഡോട്ട് ഡി എസ് 0 ആയത്. അപ്പോൾ ഫലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെക്ഷനും ബോട്ടവും ലാറ്ററലും 0 ആയി. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദീസ് വാല്യൂസ്, ടോപ്പ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് മാത്രം അപ്ലൈ ചെയ്താൽ മതി. സോ ഡി എൻ ഡി ഡെൽറ്റ എസ് ഈക്വൽ ടു ക്യൂ എന്ന് കിട്ടും. ഇനി ക്യൂവിന് ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂവിന് എന്ത് കൊടുക്കാം? റോ എസ് ഡെൽറ്റ എസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ക്യൂ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഓഫ് റോ എസ് ഡി എസ്. അതിന് പകരം ക്യൂ ഈക്വൽ ടു റോ എസ് ഡെൽറ്റ എസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഡി എൻ ഡെൽറ്റ എസ് ഈക്വൽ ടു റോ എസ് ഡെൽറ്റ എസ് എന്ന് കിട്ടില്ലേ? കമ്പയർ ചെയ്താൽ എന്ത് കിട്ടും? ഡി എൻ ഈക്വൽ ടു റോ എസ്. And that's the final equation for the electric flux density in boundary condition between conductor and free space. Elaborate ചെയ്ത് കഴിഞ്ഞാൽ the normal component of electric flux density is equal to surface charge density at the boundary. Boundary normal component of electric flux density എന്ന് പറയുന്നത് surface charge density ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ഡെറിവേഷൻ കഴിഞ്ഞു. സെക്കൻഡ് ഡെറിവേഷൻ ഇലക്ട്രിക് ഫീൽഡിൽ വരുന്നത് ബൗണ്ടറി കണ്ടീഷൻ ബിറ്റ്വീൻ ടു ഡയലക്ട്രിക് വിത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. നേരത്തെ കണ്ടക്ടറും ഫ്രീ സ്പേസുമായിരുന്നു. ഇനി വരുന്നത് ടു ഡയലക്ട്രിക്സ് വിത്ത് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ്. നേരത്തെ പറഞ്ഞ അതേ ഫിഗർ തന്നെയാണ്, അതേ കോൺസെപ്റ്റ്സ് തന്നെയാണ്. കണ്ടീഷൻ മാറുന്നത് എന്താണ്? രണ്ട് പെർമിറ്റിവിറ്റി ഉള്ള രണ്ട് ഡയലക്ട്രിക്സ് ഉണ്ട്. ഒരു ഡയലക്ട്രിക്കിന്റെ പെർമിറ്റിവിറ്റി ഈസ് എപ്സിലോൺ 1 എന്ന് നമ്മൾ കൺസിഡർ ചെയ്തു, ആൻഡ് അനദർ ഹാവിംഗ് എ പെർമിറ്റിവിറ്റി എപ്സിലോൺ 2. ആൻഡ് ദീസ് ആർ ഓൾ ദ തിങ്സ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. നേരത്തെ പറഞ്ഞ രണ്ട് ഫിഗർ ആണ്. റീജിയൻ 1 എന്ന് പറയുന്നത് എപ്സിലോൺ 1 ഉള്ള പെർമിറ്റിവിറ്റി ഉള്ള ഡയലക്ട്രിക്, റീജിയൻ 2 എന്ന് പറഞ്ഞത് എപ്സിലോൺ 2 ഡയലക്ട്രിക് ഉള്ള പ്രോപ്പർട്ടി ഉള്ള റീജിയൻ. സോ അതിന്റെ ബൗണ്ടറിയാണ് കൺസിഡർ ചെയ്യേണ്ടത്. അതിന്റെ ബൗണ്ടറി കൺസിഡർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വി ഹാവ് ടു കൺസിഡർ, നമുക്ക് നേരത്തെ ഡെറിവേഷൻ എന്ന് മനസ്സിലായി, റെക്ടാംഗിൾ എപ്പോഴും ടാൻജൻഷ്യൽ കമ്പോണന്റിനെ സപ്പോർട്ട് ചെയ്യുമെന്നും സിലിണ്ടർ എപ്പോഴും നോർമൽ കമ്പോണന്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്നും. അപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഫസ്റ്റ് റീജിയൻ ഉള്ളതിനെ ഈ ടാൻ 1 എന്ന് കൊടുത്തു, ഈ ടാൻ 2 എന്ന് കൊടുത്തു. ഇത് ഡെൽറ്റ എച്ച് തന്നെയാണ്, ഇത് ഡെൽറ്റ ഡബ്ല്യു തന്നെയാണ്, എ ബി സി ഡി എ തന്നെയാണ്. ആ ബൗണ്ടറി കണ്ടീഷൻ 1 2 ആണ്. സെയിം വൈസ് ഇവിടെ നോർമൽ 1 നോർമൽ 2. ചില ടെക്സ്റ്റുകളിലും ബാക്കി ക്ലാസ്സിലൊക്കെ രണ്ട് സെക്ഷൻസും തന്നിട്ടുണ്ടാവും. ഈ ടാൻ 1, ഇ എൻ 1, ഈ ടാൻ 2, ഇ എൻ 2 എന്നൊക്കെ. ഇത് അത് മാത്രം മതിയായതുകൊണ്ട് ഐ എം സിംപ്ലിഫൈഡ് ദിസ് ഫിഗർ ലൈക്ക് ദിസ്. സോ വി ക്യാൻ ചെക്ക് സെയിം കണ്ടീഷൻസ് തന്നെയാണ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ബൗണ്ടറി. നമ്മൾ എന്താ കൺസിഡർ ദിസ് ആസ് എ റിവിഷൻ ഓർ
you can rewind the things whichever is applicable. അതായത് നേരത്തെ ചെയ്ത അതേ സെക്ഷൻ തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ തിങ്ക് ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. കാണുന്നതിന് മുമ്പ് തന്നെ എന്താ കണ്ടീഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ബൗണ്ടറി കണ്ടുപിടിക്കാൻ ചെയ്യുന്നത് റെക്ടാംഗിൾ സെക്ഷൻ ആണ്. റെക്ടാംഗിൾ സെക്ഷൻ എടുക്കുമ്പോൾ എ ബി സി ഡി എ എന്നെടുക്കുന്നു. യൂസ് ചെയ്യുന്നത് കൺസർവേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ഓക്കെ, സെയിം തിങ് conservative property E dot dl equals 0. Same ways what we will do, A to B E dot dl, B to C E dot dl, C to D E dot dl and D to A E dot dl equal to 0. ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. സോ A to B E dot dl എന്ത് കിട്ടും? A to B E dot dl ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എ ടു ബി ഇ ഡോട്ട് ഡി എൽ. ഞാൻ അതിന്റെ ഡെറിവേഷൻ ഒന്നും ചെയ്യുന്നില്ല, നിങ്ങളെ കൊണ്ട് റീവൈൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെറിവേഷൻസ് ചെയ്യുന്നില്ല. ഞാൻ ഫൈനൽ ആൻസർ മാത്രമേ കാണിക്കൂ. വി ക്യാൻ ഡിസ്കസ് ദിസ്. എ ടു ബി ഇ ഡോട്ട് ഡി എൽ വരുമ്പോൾ ഇ ടാൻ വൺ, ഇക്ക് വരെ എന്താ ഇ ടാൻ വൺ ഡെൽറ്റ ഡബ്ല്യു. അടുത്ത് ബി വരുമ്പോഴോ, ബി ടു ടു വരുമ്പോഴോ ഇ എൻ വൺ, ഇ എൻ ആണ്, ഇത് നോർമൽ കമ്പൗണ്ട് ആണ്. ബി ടു ടു വരുമ്പോൾ ഇ എൻ വൺ ഡെൽറ്റ എച്ച് ബൈ ടു. അടുത്ത് ടു ടു സി വരുമ്പോഴോ ഇ എൻ ടു ഡെൽറ്റ എച്ച് ബൈ ടു. പക്ഷേ ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ ഇവിടെ എന്ത് വരും? ഇ മൈനസ് ഇ എൻ ടു ഡെൽറ്റ എച്ച് ബൈ ടു. ഇവിടെയും മൈനസ് ഇ എൻ വൺ ഡെൽറ്റ എച്ച് ബൈ ടു എന്ന് വരും. എന്ന് വെച്ചാൽ ഈ ഭാഗവും ഈ ഡി ടു എ എന്ന ഭാഗവും ബി ടു സി എന്ന് പറയുന്ന ഭാഗവും ക്യാൻസലായി പോകും. ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കത് എഴുതാമെന്നുള്ളതേ ഉള്ളൂ, അത് ക്യാൻസലായി പോകും. പിന്നെ വരുന്ന ഭാഗം എത്രയാ? എ ടു ബി ഓൾറെഡി ഉണ്ട്, ഇ ടാൻ വൺ ഡെൽറ്റ ഡബ്ല്യു. അതുപോലെ സി എന്തെഴുതാം? സി ടു ഡി എന്തെഴുതാം? മൈനസ് ഇ ടാൻ ടു. തിരിഞ്ഞാണ് പോകുന്നത്. എ ടു ബിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് സി ടു ഡി പോകുന്നത്. മൈനസ് ഇ ടാൻ ടു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു എന്താണ്? 0. അപ്പോൾ E tan 1 delta W minus E tan 2 delta W equal to 0. minus E tan 2 delta W RHSലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ E tan 1 delta W equal to E tan 2 delta W. Solve ചെയ്താൽ what will you get? E tan 1 equal to E tan 2. It's very easy, but while doing derivation you have to do all the steps, and that's all about electric field. Now electric flux density at the boundary. Same derivation തന്നെയാണ്, സെയിം കണ്ടീഷൻസ് തന്നെയാണ്. എന്താ ചെക്ക് ചെയ്യേണ്ടത്? ഗോസിയൻ സർഫസ് നമുക്കറിയാം സിലിണ്ടർ ആണ്. ഗോസസ് ലോ ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഗോസസ് ലോ സർഫസ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ ആണ്. 3 സർഫസസ് ഉണ്ട്, ടോപ്പ് സർഫസ്, ബോട്ടം സർഫസ്, ലാറ്ററൽ സർഫസ്. ടോപ്പ് സർഫസ് വരുന്നത് എന്തായിരിക്കും? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടോപ്പ് ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് പ്ലസ് ബോട്ടം ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് പ്ലസ് ലാറ്ററൽ ഇന്റഗ്രൽ ഓഫ് ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു ക്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി എൻ വൺ ഡെൽറ്റ എസ് ടോപ്പിൽ വരും, ബോട്ടം വരുമ്പോൾ ഡി എൻ ടു ഡെൽറ്റ എസ്. ലാറ്ററൽ സർഫസ് എന്തായി പോകും? ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. ഞാൻ നേരത്തെ പറഞ്ഞു ബൗണ്ടറി കണ്ടീഷൻ നോക്കുമ്പോൾ ഹൈറ്റ് ഡെൽറ്റ എച്ച് വിൽ കംസ് ടു 0 ആൻഡ് ലാറ്ററൽ വിൽ ഓൾസോ ബിക്കംസ്. സോ ദ ഇക്വേഷൻ ഈസ് വെരി ക്ലിയർ. ടോപ്പ് ഡി എൻ വൺ ഡെൽറ്റ എസ് പ്ലസ് ഡി എൻ ടു ഡെൽറ്റ എസ് ഈക്വൽ ടു 0, സോറി ഈക്വൽ ടു ക്യൂ. ക്യൂ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡി എൻ വൺ ഈക്വൽ ടു ഡി എൻ ടു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്യൂവിന് 0 കൊടുക്കുകയാണ്. ക്യൂവിന് 0 കൊടുക്കുന്നത് റോ എസ് ഡെൽറ്റ എസ് കൊടുക്കുകയാണ്. ക്യൂവിന് റോ എസ് ഡെൽറ്റ എസ് കൊടുക്കുകയാണ്. റോ എസ് ഡെൽറ്റ എസ് കൊടുക്കുന്ന സമയത്ത് റോ സർഫസ് ചാർജ് ഡെൻസിറ്റി റോ എസ് ഈക്വൽ ടു 0 എന്നുള്ള അസംഷനിലാണ് ചെയ്യുന്നത്. സർഫസ് ചാർജ് ഡെൻസിറ്റി റോ എസ് 0 ആകുന്നു. അപ്പോൾ ആർ എച്ച് എസിന്റെ ക്യൂ ടേം 0 ആയി പോകുന്നു. പിന്നെ വരുന്നത് ടോപ്പും ബോട്ടവുമാണ്. ടോപ്പ് എന്ന് പറയുന്നത് ഡി എൻ വൺ ഡെൽറ്റ എസ്, ബോട്ടം എന്ന് പറയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ മൈനസ് ഡി എൻ ടു ഡെൽറ്റ എസ് വരുമ്പോൾ ഡി എൻ വൺ ഈക്വൽ ടു ഡി എൻ ടു എന്ന് കിട്ടുന്നു. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഗോസസ് എന്താ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ബൗണ്ടറി ബിറ്റ്വീൻ ടു ഡൈഇലക്ട്രിക്സ്. അതോടുകൂടി ഇലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻ ഈസ് ഓവർ. നൗ വി ക്യാൻ ഡിസ്കസ് മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻ. അതിലൊരു കേസേ ഉള്ളൂ, സെയിം കണ്ടീഷൻ തന്നെയാണ്. മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻ സെയിം തന്നെയാണ്. അവിടെ
പെർമിയബിലിറ്റി ആണ് mu1 mu2 എന്ന് പറയുന്നു. സെയിം കേസസ് ആണ് അവിടെ വന്നത്. നമുക്ക് റെക്ടാങ്കിൾ സിലിണ്ടറിൽ നിന്ന് കിട്ടുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ ബിയും, അവിടെ ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നേരത്തെ കിട്ടിയത്, ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ ബിയും റിസോൾവ് ഇൻ ടു കമ്പോണൻസ് ബി ടാൻ ആൻഡ് ബി എൻ. അതുപോലെ ഇലക്ട്രിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയ എച്ച്, മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയ എച്ച്, രണ്ട് മീഡിയം റെക്ടാങ്കിൾ എന്ന് കിട്ടുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയ എച്ച്. ഇറ്റ് ഈസ് ഓൾസോ റിസോൾവ് ഇൻ ടു കമ്പോണൻസ് എച്ച് എൻ ആൻഡ് എച്ച് ടാൻ. സെയിം കണ്ടീഷൻസ് തന്നെയാണ്, പക്ഷേ ഫോർമുലാസിൽ മാറ്റം വരും. മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ആംബിയർ സർക്യൂട്ടല്ലാണ്. നേരത്തെ കൺസർവേറ്റീവ് ഫീൽഡ് കൺസിഡർ ചെയ്തു, പകരം ഇവിടെ ആംബിയർ സർക്യൂട്ടല്ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലൈൻ ഇന്റഗ്രൽ ഓഫ് എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ എന്ന്. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫിഗറിലേക്ക് എന്ത് മാറും? ഒരു ക്ലോസ്ഡ് പാത്ത് ആണ്. ക്ലോസ്ഡ് പാത്ത് എ ടു ബി എച്ച് ഡോട്ട് ഡി എൽ, ബി ടു സി എച്ച് ഡോട്ട് ഡി എൽ, സി ടു ഡി എച്ച് ഡോട്ട് ഡി എൽ, ഡി ടു എ എച്ച് ഡോട്ട് ഡി എൽ ഈക്വൽ ടു ഐ. ഓരോന്നും സോൾവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ അറിവ് വെച്ചറിയാം എ ബി ടു സി വരെയുള്ള സെക്ഷനും ഡി ടു എ വരെയുള്ള സെക്ഷനും ഓപ്പോസിറ്റും സെയിമും ആയതുകൊണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി വരുന്നത് എന്ത് മാത്രമാണ്? ഈ എച്ച് ടാൻ വൺ ഡെൽറ്റ ഡബ്ല്യു മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ബി ടു സി ടു ഡി, എ ടു ബിയുടെ ഓപ്പോസിറ്റ് ആണ് സി ടു ഡി. അപ്പൊ മൈനസ് എച്ച് ടാൻ ടു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഐ. ഓക്കെ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐക്ക് ഞാനൊരു അസംഷൻ കൊടുക്കുകയാണ്, കെ ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു. കെ എന്ന് പറഞ്ഞാൽ സർഫസ് ചാർജ് കറന്റ് നോർമൽ ടു ദി പാർട്ട്. അപ്പൊ ഇക്വേഷൻ എന്തായി മാറി? എച്ച് ടാൻ ഓൺ ഡെൽറ്റ ഡബ്ല്യു മൈനസ് എച്ച് ടാൻ ടു ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ ഡബ്ല്യു. കെക്ക് അസ്യൂം ചെയ്യാണ് സീറോ, ഇറ്റ് ഈസ് ബൗണ്ടറി ഫ്രീ ഫ്രം ദി കറന്റ് എന്നുള്ള ബൗണ്ടറി വിച്ച് ഈസ് ഫ്രീ ഫ്രം കറന്റ് എന്നുള്ള അസംഷൻ ചെയ്യുകയാണെങ്കിൽ കെ ഈക്വൽ ടു സീറോ. ഇക്വേഷൻ എന്തായി മാറും? H tan 1 delta W minus H tan 2 delta W equal to 0. While comparing, you will get H tan 1 equal to H tan 2. So, the boundary tangential component of region 1, magnetic field intensity of tangential component of region 1 is equal to magnetic field intensity of tangential component of region 2 എന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റി. സെയിം വൈസ് എന്താ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് ദി ബൗണ്ടറി? നമ്മൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, നേരത്തെ നമ്മൾ നോക്കിയത് ഗോസസ് ലോ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് നോക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷൻ ആണ്, മാക്സ്വെൽസ് ഇക്വേഷനും കൂടെയാണ്. സർഫസ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. We have to consider a cylinder, top surface, bottom surface, lateral surface. അതിൽ ആദ്യമേ പറയാം lateral surface സീറോയിൽ പോകും. ബാക്കി വരുമ്പോൾ എന്താ ടോപ്പ് ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു സീറോ, ബോട്ടം ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ, ലാറ്ററൽ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു സീറോ. ലാറ്ററൽ നമുക്ക് സീറോ ആയി പോകും, ഹൈറ്റ് നമുക്ക് വിഷയമല്ല, സീറോ ടെൻസ് ടു സീറോ ആവുന്നത് കൊണ്ട്. ബാക്കി എന്ത് വരും? സോൾവിങ് ദിസ് എന്ത് കിട്ടും? ബി എൻ വൺ ഡെൽറ്റ എസ് മൈനസ് ബോട്ടം വരുമ്പോൾ എന്താ ബി എൻ ടു ഡെൽറ്റ എസ് ഈക്വൽ ടു സീറോ. സോൾവ് ചെയ്യുമ്പോൾ ബി എൻ വൺ ഈക്വൽ ടു ബി എൻ ടു എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് ഇലക്ട്രിക് ബൗണ്ടറി കണ്ടീഷൻസും മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻസുമാണ്. Electric boundary condition is divided into two. One is free space and conductor. അതിൽ തന്നെ E at boundary, D at boundary. Electric field intensity at boundary, electric flux density at boundary. എന്നിട്ട് നമ്മൾ പഠിച്ചത് രണ്ട് ഡയലക്ട്രിക് വരുമ്പോൾ, ടു ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഉള്ള ഡയലക്ട്രിക് വരുമ്പോൾ ഉള്ള ബൗണ്ടറി കണ്ടീഷൻ ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അതിലും E at boundary, D at boundary. അടുത്ത് മാഗ്നറ്റിക് ബൗണ്ടറി കണ്ടീഷൻസ് പഠിച്ചു. അതിൽ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ്, രണ്ട് ഡയലക്ട്രിക് മീഡിയം വരുമ്പോൾ, അതായത് മാഗ്നറ്റിക് ഡയലക്ട്രിക് മീഡിയം വരുമ്പോൾ ഉണ്ട് പെർമിയബിലിറ്റി വരുമ്പോൾ, mu1 ഉം mu2 വരുമ്പോൾ ഉള്ള കണ്ടീഷൻസ്. H at ബൗണ്ടറിയും B at ബൗണ്ടറിയും പഠിച്ചു, അതിന്റെ കണ്ടീഷൻ. ഇതാണ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് and magnetic field. And thank you for watching this video.